ജന്തർ സമരത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. സമരഭൂമിയിൽ നിന്നും ഇപ്പോൾ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഓർമ്മയായി ജന്തർ യഥാർത്ഥത്തിൽ മാറുന്നു. ചരിത്രത്തിൻ്റെ പുസ്തകത്താളുകളിലേക്ക് യഥാർത്ഥത്തിൽ മാറുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഒരു പ്രതിഷേധ കടലായി അലയടിച്ചിരുന്ന ഇടത്തെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയാണ് കോൺഗ്രസിൻ്റെ സേവാദൾ അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ. ഇവരെല്ലാവരും ഇവിടെയുണ്ട്. ഈ ജന്തർ മന്ദറിൽ ഇപ്പോഴുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് എങ്ങനെയാണോ പഴയ സ്ഥിതി അതുപോലെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് സേവാദൾ അങ്ങ് രാവിലെ ഇറങ്ങിയേക്കാണല്ലേ പൂർണ്ണമായും മാലിന്യം? രാവിലെയല്ല, കഴിഞ്ഞ 6 ദിവസമായിട്ട് നിരന്തരമായി ഞങ്ങളിവിടെ ഭക്ഷണമാവട്ടെ, മെഡിക്കൽ കിറ്റ് ആവട്ടെ, മാസ്ക് ആവട്ടെ, കൊടയാവട്ടെ, എന്താണോ ഈ കുട്ടികൾക്ക് വേണ്ടത് ആ കാര്യങ്ങൾ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സേവാദൾ എന്ന സംഘടന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ശ്രീനിവാസൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ലൊരു മെസ്സേജ് കാണാൻ സാധിച്ചു. ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ വന്നിട്ട് അവരെല്ലാവരും ഒരു മെസ്സേജ് ഇവിടെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അവർ വരുന്ന സമയത്ത് അവർക്ക് തന്നാലാവുന്നത് എന്താണോ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വെള്ളം കൊടുക്കും, ഭക്ഷണത്തിനാണെങ്കിൽ ഭക്ഷണം കൊടുക്കും. അവരെ 10 രൂപ മനുഷ്യ സ്നേഹത്തിന് യഥാർത്ഥ അതായത് ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വലിയൊരു മെസ്സേജ്, അതായത് ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ, ഒരു ഐക്യത്തിൻ്റെ, അതായത് ഈ പുതിയ ജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മയക്കുമരുന്നിനും മറ്റൊക്കെ അടിമപ്പെടും എന്ന് പറയുമ്പോഴും നമുക്കിവിടെ കാണാൻ സാധിച്ചത് വളരെ നല്ലൊരു മെസ്സേജ് നമ്മൾ ഈ രാജ്യത്തിന് നൽകാൻ ഈ പുതിയ കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. ഇതുപോലെയുള്ള കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കുറേയധികം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന ബോട്ടിലുകൾ, ഭക്ഷണപ്പൊതികളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ലോകം തന്നെ അവർ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. അത് ഏറ്റവും വലിയൊരു സമരമായി മാറി, ഈ സമരത്തിൻ്റെ വിജയമായി മാറി. എല്ലാവരും ഇപ്പോൾ അത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഒരു കൈത്താങ്ങല്ലേ? അതെ, കൈത്താങ്ങ്. കോൺഗ്രസ് സേവാദൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ്. കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഫ്രണ്ടൽ ഓർഗനൈസേഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സേവാദൾ ഹർ കോൺഗ്രസ് ജനകെ സച്ചേ मन का दर्पण है. കോൺഗ്രസിൻ്റെ കണ്ണാടിയാണ് സേവാദൾ പ്രവർത്തകർ. സേവാ ഹെ ഏ നിഷ്ഠ ഓർ സമർപ്പൺ ഹെ. സേവനമാണ് അവരുടെ മുഖമുദ്ര. അച്ചടക്കമുള്ള, അർപ്പണ മനോഭാവമുള്ള, സ്വയാശ്രയശീലം തങ്ങളിലും ജനങ്ങളിലും പകർത്തുവാൻ കഴിവുള്ള ഒരുപറ്റം ചിട്ടയുള്ള പ്രവർത്തകരെ വാർത്തെടുത്ത് നാടിനു വേണ്ടി സംഭാവന ചെയ്തുകൊണ്ട് സേവനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു സേവനം ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ വിജയം കൈക്കൊണ്ടതിന് ശേഷമാണ് പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സമര വിജയമായി മാറിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള മാലിന്യങ്ങൾ അത് പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഇവിടെയാണ് ഈ ജന്തർ മന്ദറിൻ്റെ സമരവേദി ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ സമരവേദിയാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ മാലിന്യം പൂർണ്ണമായും മാറ്റുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന സേവാദൾ അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ, പല ഭാഗങ്ങളിൽ നിന്നെത്തിയവർ ഇപ്പോൾ ഇത് പൂർണ്ണമായും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരണ പ്രക്രിയയിൽ ഏർപ്പെട്ട് ശുചിത്വം അത് പൂർണ്ണമായും കരസ്ഥമാക്കി വിടുന്ന പോകുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകളാണ് ജന്തർ മന്ദറിൽ രാവിലെ കാണുന്നത്. എന്തായാലും സമരഭൂമി, ജന്തർ മന്ദറിലെ പ്രതിഷേധ ഭൂമി ഇനി ഒരു ഓർമ്മയായി മാറുന്നു എന്നതാണ്, ചരിത്രത്താളുകളിൽ ഇത് ഇടം പിടിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. വീഡിയോ ജേർണലിസ്റ്റ് അഭിജിത്തിനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.